Welcome to my channel. ഹായ് ഫ്രണ്ട്സ്, അത് മുംബൈ യാത്രയുടെ രണ്ടാം പാർട്ട്. ഇന്ത്യൻ റെയിൽവേ അതിന് പല സവിശേഷതകളും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് പ്രതിദിനം ദശലക്ഷക്കണക്കിന് യാത്രക്കാരെയും ടൺ കണക്കിന് ചരക്കു നീക്കത്തെയും ഇന്ത്യയിലൂടെ നീളം എത്തിക്കുന്നതിന് ഉത്തരവാദികളായ ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ വിശാലമായ ശൃംഖല 67,000 കിലോമീറ്ററിലധികം ട്രാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. 8,000 സ്റ്റേഷനുകളും ഇത് സേവനം നൽകുന്നുണ്ട്. നഗരങ്ങൾ, പട്ടണങ്ങൾ, വിദൂര പ്രദേശങ്ങൾ എന്നിവ ബന്ധിപ്പിച്ച് വാണിജ്യം, വിനോദ സഞ്ചാരം, സാംസ്കാരിക വിനിമയം എന്നിവ സുഗമമാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഇത് നിർണായകമായ പങ്കുവഹിക്കുന്നു. ഈ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന സവിശേഷതകളാണ് വിപുലമായ നെറ്റ്വർക്ക്. 67,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽ ശൃംഖലയുണ്ട്. ഇത് പ്രധാന മെട്രോപൊളിറ്റൻ നഗരങ്ങളെ മാത്രമല്ല, വിദൂര ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഗതാഗത സംവിധാനത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യ ഘടകമാക്കി മാറ്റുന്നുണ്ട്. വടക്ക് കാശ്മീരിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾ മുതൽ തെക്ക് കന്യാകുമാരിയിലെ സണ്ണി ബീച്ചുകൾ വരെ രാജ്യത്തിന്റെ നീളത്തിലും വീതിയിലും ഈ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെയാണ് ഉയർന്ന യാത്രക്കാരുടെ തിരക്ക്. പ്രതിദിനം 23 ദശലക്ഷത്തിലധികം യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ ആഗോളതലത്തിൽ ഏറ്റവും വലിയ യാത്രാ ഗതാഗത സംവിധാനങ്ങളിൽ ഒന്നാണ്. സ്ലോ ലോക്കൽ ട്രെയിനുകൾ മുതൽ അതിവേഗ എക്സ്പ്രസ് ട്രെയിനുകൾ വരെയുള്ള വിവിധ ട്രെയിനുകളിലൂടെയാണ് ഈ ഉയർന്ന ആവശ്യം നിറവേറ്റുന്നത്. ബഡ്ജറ്റ് യാത്ര മുതൽ പ്രീമിയം സേവനങ്ങൾ വരെയുള്ള യാത്രക്കാരുടെ ആവശ്യങ്ങളുടെ വിശാലമായ സ്പെക്ട്രം സേവനങ്ങളിലെ വൈവിധ്യം തന്നെ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെയാണ് വൈവിധ്യമാർന്ന ട്രെയിൻ സേവനങ്ങൾ. ജനസംഖ്യയുടെ വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ നിരവധി തരം ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എക്സ്പ്രസ് ട്രെയിനുകൾ, രാജധാനി, ശതാബ്ദി, തുരന്തോ എക്സ്പ്രസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര ട്രെയിനുകളാണ് ഇവ. വേഗത്തിലുള്ള സേവനങ്ങളും എയർ കണ്ടീഷനിങ് പോലുള്ള സൗകര്യങ്ങളും ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലോക്കൽ ട്രെയിനുകളും. മുംബൈ, കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലെ ഹ്രസ്വദൂര യാത്രകൾക്കായി ഇവ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ചരക്ക് തീവണ്ടികൾ, കൽക്കരി, എണ്ണ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മറ്റ് ചരക്കുകൾ തുടങ്ങിയ ചരക്കുകൾ എത്തിക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേയും നിർണായകമായ പങ്കുവഹിക്കുന്നു. അതിന്റെ ചരക്ക് ശൃംഖല വ്യാവസായിക വളർച്ചയെയും സാമ്പത്തിക സ്ഥിരതയെയും പിന്തുണക്കുന്നുണ്ട്. ലക്ഷറി ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേയിലുണ്ട്. പാലസ് ഓൺ വീൽസ്, മഹാരാജാസ് എക്സ്പ്രസ്, ഡെക്കാൻ ഒഡീസി തുടങ്ങിയ ട്രെയിനുകൾ പ്രീമിയം ആഡംബര അനുഭവങ്ങൾ വിനോദസഞ്ചാരികൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പൈതൃകം, സംസ്കാരം, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ ഇവ പ്രദർശിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതീകരണം. ഇന്ത്യൻ റെയിൽവേ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് ക്രമാനുഗതമായി കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക മാത്രമല്ല, കാർബൺ പുറന്തള്ളൽ കുറക്കുന്നതിലൂടെ പരിസ്ഥിതിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. സമീപ വർഷങ്ങളിൽ നെറ്റ്വർക്കിന്റെ ഒരു പ്രധാന ഭാഗം വൈദ്യുതീകരിച്ചിട്ടുണ്ട്. സമീപ ഭാവിയിൽ 100% വൈദ്യുതീകരണം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുപോലെയാണ് ടെക്നോളജി ഇന്റഗ്രേഷൻ.
കാര്യക്ഷമത, സുരക്ഷ, ഉപഭോക്തൃ അനുഭവം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വർഷങ്ങളായി വിവിധ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചിട്ടുണ്ട്. ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കൽ ഇതിൽപ്പെട്ടതാണ്. രക്ഷാ കവച് എന്നും ഇതറിയപ്പെടുന്നു. ട്രെയിൻ കൂട്ടിയിടികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ ഇവ സഹായിക്കുന്നു. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗും മാനേജ്മെന്റ് യാത്രക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കി. അതെ, റിയൽ ടൈം ട്രെയിൻ ട്രാക്കിംഗ് ഇതും ഒരു സാങ്കേതിക വിദ്യയാണ്. GPS-ന്റെയും സാങ്കേതിക വിദ്യാധിഷ്ഠിത സംവിധാനങ്ങളുടെയും ഉപയോഗം തത്സമയം ട്രെയിനുകൾ ട്രാക്ക് ചെയ്യാൻ യാത്രക്കാരെ പ്രാപ്തരാക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഇന്ത്യൻ റെയിൽവേ ഉയർന്ന മുൻഗണന നൽകുന്നു. ചില പ്രധാന സുരക്ഷാ സവിശേഷതകൾ ഇവ ഉൾപ്പെടുന്നുണ്ട്. സമർപ്പിത റെയിൽവേ പോലീസ് സേന, അതായത് RPF, യാത്രക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കലാണ് ഇവരുടെ പ്രധാന ജോലി. ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ഒരു സവിശേഷതയാണ് വിപുലമായ സിഗ്നലിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ അപകട സാധ്യത കുറയ്ക്കുകയും സുഗമമായ ട്രെയിൻ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് റെഗുലർ മെയിൻ്റനൻസും അപ്ഗ്രേഡുകളും. സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ ട്രാക്ക് ഇവ ട്രെയിൻ നവീകരണങ്ങൾ പതിവായി നടത്തുന്നു. പ്രധാന സവിശേഷതകൾ സാംസ്കാരികവും സാമൂഹികവുമായ പങ്ക് രാജ്യത്തിന്റെ സാംസ്കാരിക സമന്വയത്തിലും സാമൂഹിക ഘടനയിലും ഇന്ത്യൻ റെയിൽവേ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെ മാറുന്നു. വിവിധ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഭാഷകളുടെയും സംഗമ സ്ഥാനമായി തീവണ്ടികൾ പ്രവർത്തിക്കുന്നു. ദീർഘദൂര ട്രെയിനുകൾ പലപ്പോഴും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുള്ള മിനി സിറ്റികളാക്കി മാറ്റുന്നു. മാത്രമല്ല, അവ സാമൂഹിക ഐക്യത്തിന് അനൗപചാരികവും എന്നാൽ ഫലപ്രദവുമായ ഒരു മാധ്യമമായി തന്നെ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളതും വാസ്തുവിദ്യാപരമായി അതിശയിപ്പിക്കുന്നതുമായ ചില റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യക്കുണ്ട്. ഈ റെയിൽവേ ശൃംഖലയിൽ തന്നെയുണ്ട് ഹൗറ ജംഗ്ഷൻ കൊൽക്കത്ത, ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനൽസ് മുംബൈ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ ഭൂപ്രകൃതിയിൽ അവരുടെ പ്രാധാന്യത്തിന്റെ പ്രതീകമാണ്. സ്റ്റേഷൻ കാറ്ററിംഗും പ്രാദേശിക പാചക രീതിയും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും സവിശേഷമായ വശങ്ങളിലൊന്ന് ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ലഭ്യമായവ വൈവിധ്യമാർന്ന പ്രാദേശിക ഭക്ഷണങ്ങളാണ്. ഇന്ത്യയിലെ ഓരോ പ്രദേശവും അതിൻ്റെതായ പ്രാദേശിക ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എന്നിവ കൊടുക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ഉത്തരേന്ത്യൻ ചാറ്റുകൾ മുതൽ ദക്ഷിണേന്ത്യൻ ദോശകൾ വരെ ആധികാരികമായ ഇന്ത്യയിലെ പാചക രീതിയുടെ രുചി ആസ്വദിക്കാം. പലപ്പോഴും അവരുടെ ഇരിപ്പിടങ്ങളിലോ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലോ ഇത് കാണാറുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ ടൂറിസം. ഇന്ത്യൻ റെയിൽവേ പൈതൃകത്തിലൂടെയും ആഡംബര ട്രെയിനുകളിലൂടെയും വിനോദസഞ്ചാരത്തെ അധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ട്രെയിനുകൾ ലോകോത്തര സൗകര്യങ്ങളോടെ സജ്ജീകരിക്കുന്നു. കൂടാതെ രാജ്യത്തെ ഏറ്റവും പ്രകൃതി രമണീയവും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ ചില സ്ഥലങ്ങളിലൂടെ ഇത് സഞ്ചരിക്കുന്നുമുണ്ട്. മഹാരാജാസ് എക്സ്പ്രസ് എന്നിവ വിനോദസഞ്ചാരികൾക്ക് രാജകീയ അനുഭവം നൽകുന്ന ചില ഉദാഹരണങ്ങളാണ്. ചരിത്രപരമായ കൊട്ടാരങ്ങൾ, കോട്ടകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ
ഒരു ഗൈഡ് ടൂറുകളും ഇവ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ റെയിൽവേ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട്. കൽക്കരി, ഇരുമ്പയിര്, സിമന്റ്, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ബൾക്ക് ചരക്കുകൾ കടത്തിക്കൊണ്ടുപോയി വ്യവസായങ്ങളുടെ നട്ടെല്ലായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ സഹായിക്കുന്നതിനും ഇവ സഹായിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന സവിശേഷതകൾ ഇവയൊക്കെ തന്നെയാണ്. വൈവിധ്യമാർന്ന ജനങ്ങളെ സേവിക്കുന്ന വിശാലമായ നെറ്റ്വർക്ക്. മറ്റ് രാജ്യങ്ങളിലും വലിയ റെയിൽവേ ശൃംഖലകൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ റെയിൽവേ പോലുള്ള വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ചുരുക്കം സംവിധാനങ്ങളാണ്. വിദൂര പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളെയും നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നു. ഇത് അതിന്റെ വ്യാപ്തിയിലും കവറേജിലും അതുല്യമാക്കുന്നു. അതുപോലെയാണ് ചെലവ് കുറഞ്ഞ യാത്ര. ഇന്ത്യയിലെ ട്രെയിൻ യാത്രയുടെ താങ്ങാനാവുന്ന വില സമാനതകളില്ലാത്തതാണ്. ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ട്രെയിൻ ടിക്കറ്റുകളിൽ ചിലത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ജനവിഭാഗത്തിന് അത് ആക്സസ് ചെയ്യാനും കഴിയും. പ്രീമിയം സേവനങ്ങൾ ലഭ്യമാണെങ്കിലും ഭൂരിഭാഗം യാത്രക്കാരും സ്ലീപ്പർ ക്ലാസ് പോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്ലാസുകളിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് എല്ലാ വരുമാന ഗ്രൂപ്പുകളിലെയും ആളുകൾക്ക് യാത്ര ലഭ്യമാക്കുമെന്ന് ഇത് ഉറപ്പാക്കാം. സാംസ്കാരിക ഏകീകരണവും ഒരു യാത്രയിൽ ഇത്രയധികം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളും സമന്വയിപ്പിക്കുന്ന മറ്റൊരു റെയിൽവേ സംവിധാനവുമില്ല. ഇന്ത്യൻ റെയിൽവേ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മതങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നുമുള്ള വലിയ നിര ആളുകളെ കാണാവുന്നതാണ്. ഇത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ പ്രതീകമാക്കി തന്നെ മാറ്റുന്നു. പരിസ്ഥിതി സുസ്ഥിരത വൈദ്യുതീകരണത്തിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന മുന്നേറ്റത്തോടെ ഇന്ത്യൻ റെയിൽവേ കൂടുതൽ പരിസ്ഥിതി സുസ്ഥിരതമായ റെയിൽവേകളിലൊന്നായി സ്വയം സ്ഥാനം പിടിക്കുകയാണ്. പൂർണ്ണമായും പുനരുപയോഗ ഊർജത്തിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം, പ്രത്യേകിച്ച് സൗരോർജം, മറ്റു പല രാജ്യങ്ങളിലെയും റെയിൽവേയിൽ നിന്ന് പ്രത്യേകിച്ച് ആഗോള സുസ്ഥിരത ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ വേർതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാം. അതുപോലെയാണ് പ്രാദേശിക വിദ്യയുടെ നൂതന ഉപയോഗം. ഇത്രയും വിപുലമായ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ സമന്വയിപ്പിക്കുന്ന ലോകത്തിലെ ചുരുക്കം റെയിൽവേ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. രക്ഷാ കവച് പോലെയുള്ള യാത്രക്കാരുടെ സുരക്ഷാ ഫീച്ചറുകൾ മുതൽ തത്സമയ ട്രെയിൻ ടിക്കറ്റ് വരെ മറ്റ് രാജ്യങ്ങൾക്കായി മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനും ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായി ഇന്ത്യൻ റെയിൽവേ സ്ഥിരമായി പ്രവർത്തിക്കുന്നു. ഗ്രാമീണ കണക്ടിവിറ്റിക്കുള്ള പിന്തുണയും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും ഗ്രാമീണവും ഒറ്റപ്പെട്ടതുമായ പ്രദേശങ്ങളെ പോലും നഗര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേയുടെ പങ്ക് കൊണ്ട് അത് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കാത്ത വിദൂര പ്രദേശങ്ങളിലെ ആളുകൾക്ക് താങ്ങാനാവുന്ന ഗതാഗതം നൽകുന്നതിൽ ഇത് സഹായകമാണ്. ഇന്ത്യ പോലെ വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്ത് ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ ശക്തിയുടെ തെളിവാണ് ഇന്ത്യൻ റെയിൽവേ. ഇത് ഒരു ഗതാഗത മാർഗമായി മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ സംസ്കാരവും സാമ്പത്തികവും സാമൂഹികവുമായ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ വിശാലമായ ശൃംഖല, താങ്ങാനാവുന്ന വില, ആഡംബര ടൂറിസം, വൈവിധ്യമാർന്ന പാചക രീതികൾ തുടങ്ങിയ സവിശേഷതകൾ ആധുനികവൽക്കരണത്തിനും സുസ്ഥിരതക്കും വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇന്ത്യൻ റെയിൽവേയെ ആഗോളതലത്തിൽ വേറിട്ട് നിർത്തുന്ന ഒരു സംഭവമാണ്. വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ജനത്തിരക്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലും ഇന്ത്യൻ റെയിൽവേ വികസിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സംവിധാനങ്ങളിലൊന്നായി അതിന്റെ സ്ഥാനം ഇപ്പോഴും